അമ്മണിക്കുട്ടിയേ, നീ ഇതുവരെ എണീറ്റില്ലേ? അമ്മണിക്കുട്ടി, അല്ല എണീറ്റിട്ട് പിന്നെ ഇരുന്ന് ഉറങ്ങുക. ഉണ്ണിക്ക് ചായ കൊടുക്കണ്ടേ? പാല് പാല്. കൗസു ഒന്നോട്ട് വന്ന്. കൗസു എന്താ? ഇന്നലെ ഉണ്ണി നിന്നെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞിരിക്കണ നീ ഇപ്പൊ ഭയങ്കര ഡീസന്റ് ആവുന്ന. അവൻ സംഗതി ചോർത്തെടുക്കാൻ ശ്രമിക്കുക. നീ കയറി കണകുണാവൊന്നും പറയരുത് കേട്ടോ. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമുണ്ടല്ലോ, ഒറ്റ ആളും പറയരുത്. ഇല്ല, ഇതൊക്കെ ഡീസന്റ് ആയിരിക്കും. എനിക്ക് തോന്നതേ, ഈ ഉണ്ണി ആ അമ്മിണി പെണ്ണിനെ ഒരു 4 ദിവസത്തിനുള്ളിൽ എന്ത് പറ്റി? കപ്പ കയ്യിൽ നിന്ന് വീണു. എന്തു പറ്റി അമ്മണിക്കുട്ടി? കാലത്ത് തന്നെ കുളക്കടവിൽ വന്നിരിക്കണേ. എന്തു പറ്റി? ഇങ്ങോട്ടൊന്ന് നോക്കന്ന്. എനിക്ക് പേടിയാവുന്നു കൗസല്യ. പേടിയാവേ? എന്തിനാ? കൗസല്യ ഇന്നലെ പറഞ്ഞില്ലേ? അയ്യേ, അതിനേക്ക് അറിയാൻ പോണേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്റെ കുട്ടിയെ. ഈ അമ്മണിക്കുട്ടി ഒരു പൊട്ടിയാ. ഉണ്ണി എന്താ വരുമ്പോഴേക്ക് നിന്നെ പിടിച്ചു തിന്നാൻ പോവാ? ഒന്ന് സൂക്ഷിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കങ്ങനെ ഒരു പറ്റു പറ്റിയെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. ദേ അടുക്കളയിലേക്ക് ചെല്ലേ. ഇപ്പൊ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും.
ഇനിയും താഴോട്ട് പൊട്ടിക്കരുത്. പഞ്ചസാര കിട്ടിയിട്ടുണ്ടല്ലോ. വല്യമ്മേ, ഞാൻ കടയാം. വേണ്ട വേണ്ട, നീ കടഞ്ഞ വെണ്ണ കൂടില്ല. ആ, നീ ആ തീയൊന്ന് തള്ളിക്കൂട്ടി. വിശന്നിട്ട് വയ്യാമ്മേ, ഒന്നും ആയില്ലേ? എന്താ അത്, കടലയാ? സ്റ്റൈൽ കുറച്ചുകൂടെ. പൊള്ളും. ഒന്നുമില്ല, നീ കൂട്ടിട്ട്. എന്റെ ഉണ്ണിയെ, നിനക്ക് ഈ വേവണന് മുമ്പ് വാരി തിന്നേണ്ട സ്വഭാവം ഇനിയും മാറിയില്ലേ? ഈ പെണ്ണ് വല്ലയ്ക്കിലൊക്കെ ചെന്ന് പറയും. ഏയ്, അമ്മണിക്കുട്ടി പറയൊന്നുമില്ല. പറയൂ അമ്മണിക്കുട്ടി? ഇല്ല. ആ, പറ. എണ്ണിക്കലാവിടുന്ന് എത്തിക്കഴിട്ട് വാരാൻ വന്നേക്കണു. ഇങ്ങനെ ഉണ്ടോ ഒരു വികൃതി? ഞാൻ അമ്മയുടെ ഉണ്ണികൃഷ്ണനല്ലേ? ഈ ചെക്കൻ എന്തായി കാട്ടണേ? ഇതാ അവന്റെ പ്രകൃതം. ഈ കളി തന്നെയാ അച്ഛന്റെ അടുത്തും ചിലപ്പോ. ആ, ലില്ലിക്കുട്ടി ഏത് ട്യൂട്ടറില്ല? വിക്ടറിയില്ല. വിക്ടറിയിൽ 3 വർഷം പഠിച്ചിട്ടും പാസ്സായിരുന്നു. എത്ര പഠിച്ചിട്ട് ഒന്നും തലേ കയറുന്നില്ലെന്നേ. മിക്സഡ് ആയിരിക്കും. അതെ. ആ, പിന്നെ ഞാൻ തലേ കയറുന്നത്. അവിടെ ഫീസ് കുറവായതുകൊണ്ട് അപ്പന അവിടെ ചേർത്തത്. എവിടെ ചേർത്താലും പഠിക്കാത്ത നിന്റെ കുറ്റമല്ലേ? അതിരിക്കട്ടെ, ശേഷിച്ച ജീവിതം ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? വിക്ടറി കോളേജിന് സമർപ്പിക്കാനാ ഭാവം? വീട്ടിൽ പോടി, വഴിയിൽ നിന്ന് ഇറങ്ങാണ്ട് വീട്ടിൽ പോടി. ഈ അപ്പൻ എന്താ ചാവാൻ പോണേ? ഞാൻ വീട്ടിലേക്കല്ലേ പോണേ? എനിക്കറിയാടി, നീ വീട്ടിൽ പോടി. മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തി. അപ്പനെന്ന് വീട്ടിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ മേനോൻ കുട്ടിയെ, കാരം കിട്ടിയ വഴി കാണുന്നവരോടൊക്കെ നിരങ്ങിയിട്ട് അവള് വീട്ടിലെത്തും. എനിക്ക് ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. പ്രായമായ പെണ്ണല്ലേ? അല്ല, മേനോൻ കുട്ടിയുടെ ഇപ്പം മിണ്ടിന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല. എന്തിനാ ഇങ്ങനെ വ്യസനിച്ചോണ്ട് നടക്കുന്നത്? കെട്ടിച്ച് വിട്ടൂടെ? 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയ വല്ല ജോലിയും കിട്ടുവേ. അപ്പോ സ്ത്രീധനം കുറച്ചു കൊടുത്താ പോരെ? എനിക്ക് അതിനുള്ള പാകല്ലേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കളക്ടർ ഉദ്യോഗം കിട്ടാൻ പോവില്ലേ? ആ, വല്ല മാസപ്പടി പണിയെങ്കിലും കിട്ടുവേ. ഒന്നുമില്ലാണ്ട് കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഒരു കറവക്കാരൻ കള്ളനുണ്ട്, 2 നേരം അവനെ നോക്കണം. ഒരു ചെത്തുകാരൻ കള്ളനുണ്ട്, അവനെ 3 നേരം നോക്കണം. അവൻ തെങ്ങിന്റെ മുകളിൽ കയറി പെണ്ണ് കുളിക്കുന്ന നോക്കുക. ചെത്ത് വേണ്ടാന്ന് വെക്കാന്ന് വെച്ചാല് ആ തെങ്ങ് അവൻ ഉണക്കും. കറക്കാനാണെങ്കിൽ വേറെ ആളെ കിട്ടാനുമില്ല. ഇങ്ങനുണ്ടോ മനുഷ്യന്മാര്? വ്യസനിക്കാൻ വേറെ വല്ലതും വേണോ? ദേ പോണു ആ കള്ളൻ. നോക്ക്, തിരിഞ്ഞു നോക്കണില്ല, വച്ച് പിടിക്കുകയാണ് വീട്ടിലേക്ക്. മറ്റേ കള്ളനുണ്ടല്ലോ, മേനകുട്ടിയുടെ കൂട്ടുകാരൻ ദേവസിക്കുട്ടി, അവൻ ഇതേ ഒരു ജ്വരമുള്ളൂ. അടയ്ക്കാമരത്തിന്മേ സാരി ഉച്ചയെടുത്ത് പശു ഉണ്ടെങ്കിൽ അവൻ കറക്കും. അല്ല, അത് പോട്ടെ, മേനകുട്ടി വരാൻ വൈകിന്നോ, കമ്പി അടിച്ചുന്നോ, കിട്ടിയില്ലെന്നോ, അച്ഛനും അമ്മയും വല്ലാണ്ട് വ്യസനിച്ചു എന്ന് കേട്ടല്ലോ. എന്താ ഉണ്ടായേ? ആ, വരണ വഴിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോ, ട്രെയിൻ ഒലിച്ചു പോയിരുന്നോ, പാളം വെക്കാൻ മറന്നു. എന്തിനു പറയുന്നു, എന്റെ കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. ആ പറച്ചിലൊരു വെപ്പാണല്ലോ. വ്യസനം കൊണ്ട് എന്റെ സംസാരം അങ്ങനെ ആയതാണ് കേട്ടോ.